വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പ് ടിപ്സിനെ കുറിച്ചാണ്. അതായത് 50 വയസ്സിന് മുകളിലുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചെറിയ ഒരു മേക്കപ്പ് ടിപ്സിലോട്ട് പോകാം. ഇത് 50 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും പ്രയോജനമായിരിക്കും. അതുപോലെ തന്നെ 40+ ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഒരു 50+ ലേഡീസിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ടത് മുഖം ഒന്ന് ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ധാരാളം പ്രോഡക്റ്റുകൾ ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. എന്തായാലും വീട്ടിൽ ഇരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാൻ പറ്റും. പുറത്തൊക്കെ പോയി നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ കണ്ട് കേട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയാകാം. എന്തായാലും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് പാല് നമുക്കൊരു കോട്ടൺ തുണിയിലോ പഞ്ഞിയിലോ ഒക്കെ മുക്കിയിട്ടൊന്ന് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്താലും ഇതൊരു നല്ലൊരു ക്ലെൻസിങ് ആയിരിക്കും. എന്തായാലും മുഖം ആദ്യം നമ്മൾ നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മൈൽഡായിട്ടുള്ള ക്ലെൻസിങ് വേണം 50+ ഉപയോഗിക്കാനായിട്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് ക്ലെൻസിങ് ഒന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒന്നും വേണ്ട. മൈൽഡായിട്ടുള്ള ക്ലെൻസിങ് ചെയ്തെടുക്കാം. രണ്ടാമത് നമുക്ക് വേണ്ടത് അതിനെല്ലാം ക്ലെൻസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസൊക്കെ ഒന്ന് മോയ്സ്ചറൈസിങ് ചെയ്യണം. അതിന് വേണ്ടായിട്ടുള്ളതും ഹെവി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസ് നമ്മൾ ഉപയോഗിക്കേണ്ട. മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതും മാർക്കറ്റിങ്ങിൽ അവൈലബിളാണ്. നമ്മളത് നോക്കിയും ഒക്കെ വാങ്ങിക്കാം. മൈൽഡ് മോയ്സ്ചറൈസിങ് നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത്, ഇപ്പം അറിയാം, നമുക്ക് ഭയങ്കര സൺബേണൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. സൂര്യൻ്റെ ചൂടൊക്കെ ഭയങ്കരമായിട്ട് നമുക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമും കൂടെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അത് വേണ്ടവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ പോകുമ്പോഴത്തേനും എന്തായാലും അത് ആവശ്യമാണ്. അപ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമും കൂടെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം അത് ഞാൻ 1-2 എണ്ണമൊക്കെ ഞാൻ ഇതിനകത്തൊന്ന് ഇട്ട് തരുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. അടുത്തതായിട്ട് 4-മതായിട്ട് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മളിനി പിന്നെ ഇടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ഇതൊരു പ്രൈമർ നല്ലതാണ്. അപ്പോൾ പ്രൈമറിൻ്റെ 1-2 എണ്ണം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ മൈൽഡായിട്ടുള്ള എല്ലാം ഒരു മൈൽഡായിട്ടുള്ളത് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി വേണ്ടത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷൻ നമുക്ക് നമ്മുടെ ആ ഒരു ഷെയ്ഡ് നമ്മൾ തിരഞ്ഞെടുക്കണം. അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ അതിലൊരു സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അതുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നത് മാത്രം ഉപയോഗിക്കുക. എന്തായാലും ഫൗണ്ടേഷൻ നമ്മൾ നന്നായിട്ട് ഇടേണ്ടത് നനഞ്ഞ ഒരു സ്പോഞ്ച് വെച്ച് വേണം. അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് ഫൗണ്ടേഷൻ ഇടുക. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനായിട്ട് നമുക്ക് ക്രീമി കൺസീലർ മാത്രം ഉപയോഗിക്കുക. 50+ കഴിഞ്ഞവർ എപ്പോഴും ക്രീമി ആയിട്ടുള്ള കൺസീലർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒന്നുകിൽ ഫൗണ്ടേഷന് ശേഷം നമുക്കൊന്ന് ടച്ച് ചെയ്ത് പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനായിട്ട് കൺസീലർ ഉപയോഗിക്കാം. അതല്ല, കൺസീൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഫൗണ്ടേഷൻ ഇട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് നമുക്ക് മാച്ചായിട്ട് വരുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. എന്തായാലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കൺസീലർ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ഫൗണ്ടേഷൻ മാത്രം മതിയാകും. ഇനിയിപ്പം നമുക്ക് കുറച്ച് പിഗ്മെൻറ്റേഷനും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. അതുണ്ടെങ്കിൽ കൺസീലർ ചെയ്തിട്ട് നമുക്ക് ഫൗണ്ടേഷനും ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അത് കഴുത്തിലോട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും അത് കഴുത്തിലോട്ട് ചെയ്യണം. അതുപോലെ ചെവിയുടെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നമ്മൾ കൊടുക്കണം.
ഇനി നമുക്ക് വേണ്ട സെറ്റിംഗ് പൗഡറാണ്. അതിന് വേണ്ടിയിട്ട് ബനാന പൗഡറായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടാൽക്കം പൗഡർ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അതിനായിട്ടുള്ള സെറ്റിംഗ് പൗഡർ നമുക്ക് അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ എന്ന് കിട്ടും, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് പൗഡർ നന്നായിട്ട് ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐ മേക്കപ്പിനകത്ത് നമുക്കറിയാം നമ്മുടെ കണ്ണ് നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അത് ബ്ലാക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രൗൺ ഷെയ്ഡിനോട് അത്ര വലിയ ഒരു താല്പര്യമില്ല. അപ്പം കറുപ്പ് കൊണ്ട് തന്നെ നമ്മളൊന്ന് കണ്ണെഴുതി കൊടുക്കുക. അതുപോലെ കൺപീലി വിടർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞതായിട്ട് തോന്നും. അപ്പം നമ്മൾ അതുകൊണ്ട് കൺപീലി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മസ്കാര ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ആ ഉള്ള കൺപീലി നന്നായിട്ട് വിടർന്ന് ഇരിക്കും. അപ്പോൾ നമ്മൾ കണ്ണെഴുതി മസ്കാര വെച്ചിട്ട് കണ്ണിൻ്റെ പിരികെ ഒന്ന് നന്നായിട്ടൊന്ന് വിടർത്തി വെച്ചു. ഇനി നമുക്ക് ഐ ബ്രഷ് കൊണ്ട് തന്നെ എന്താ പറയുക ഐ ഷാഡോ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. അത് ചേരുന്ന കളർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അധികം ഡാർക്ക് കളറൊന്നും ഉപയോഗിക്കാതിരിക്കുമായിരിക്കും നല്ലത്. അത് കണ്ണിൻ്റെ പുറം കോണിൽ നിന്ന് അകത്തോട്ട് ഉള്ളിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതൊരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പിരിയമൊക്കെ നമ്മൾ തീരെ നൈസാക്കി വെക്കേണ്ട ആവശ്യമില്ല. തീരെ ചെറിയ ആയിട്ട് വെക്കരുത്. ഇത്തിരി ഒരു മീഡിയം വലിപ്പത്തിലുള്ള പിരിയം തന്നെ നമുക്ക് ഉള്ളതാണ് നല്ലത്. അതൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അന്ന് നൈസാക്കി, അതായത് വീതി കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അധികം കറുപ്പോട് കൂടിയുള്ള പുരികം ഒന്നും എഴുതാനായിട്ട് 50+ നിൽക്കണ്ട. ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം ഒന്ന് കൊടുത്താൽ മതിയാകും. അത് വെച്ചിട്ടൊന്ന് അധികം ഡാർക്ക് വെച്ച് ഫില്ല് ചെയ്യേണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം ഒന്ന് കൊടുത്തൊന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ബ്ലഷ് ഇടുക എന്നുള്ളതാണ്. അതും ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്ലഷ് നമ്മൾ കവിളിലൊന്ന് ഇട്ട് കൊടുക്കാം. അത് എന്താ പറയുന്നത് പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചിന്നിലൊന്ന് ടച്ച് ചെയ്ത് മുക്കിലും കൊടുത്താൽ അത് നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പം ബ്ലഷ് ഇടാൻ മറക്കരുത്. അത് പിന്നെ വേണ്ടത് ചുണ്ടിനാണ്. ചുണ്ടിന് ലൈറ്റായിട്ട് ലിപ്പ് പെൻസിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് ഉപയോഗിച്ച് ആ ഷേപ്പ് ചെയ്തൊന്ന് കൊടുക്കുക. അത് മറന്നുപോലെ ലിപ്പൊന്ന് പെൻസിൽ വെച്ച് അധികം ഡാർക്കായിട്ടുള്ള ഷെയ്ഡൊന്നും ഉപയോഗിക്കുക. അതൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ലിപ്പ് പെൻസിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അവനവന് ഇഷ്ടമുള്ളത് കൊടുക്കാം. അധികം ഡാർക്ക് ആകണ്ട, കുറച്ചൊന്നൊരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡൊക്കെ ഉപയോഗിച്ചൊന്ന് നമ്മുടെ ലിപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു ഗ്ലോസും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ മേക്കപ്പ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ 50+ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഹെയർ സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അഴിച്ചിട്ടിട്ട് ഒരു ക്ലിപ്പ് കൊടുക്കുന്ന രീതി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കെട്ടി വെക്കുന്ന രീതി ഉപയോഗിക്കാം. അത് അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.